നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ മണിക്കൂറും ഇനി വളരെ വിലയേറപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ ഇരിക്കാനില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മണിക്കൂറുകൾ. മാത്രമല്ല, ഒരു മിറാക്കിൾ ഈ അവസാന മണിക്കൂറിൽ സംഭവിക്കുമോ എന്ന ആശങ്കയും ഒരു അത്ഭുതവും ഒരു ആശംസയും ഒക്കെ തന്നെ ആഗ്രഹവും ഒക്കെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു മിറാക്കിൾ അത് സംഭവിക്കട്ടെ. കാരണം ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിമിഷപ്രിയയുടെ മോചനം ഇതിനേക്കാൾ നേരത്തെ നടത്താമായിരുന്നു എന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി, നിമിഷപ്രിയയുടെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഈ മണിക്കൂറിൽ നടന്നിട്ടുണ്ട്. കാന്തപുരം അദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാന്തപുരം ഈ യമൻ പൗരൻ അബ്ദു മഹിനിയുടെ സഹോദരനുമായി സംസാരിച്ചിട്ടുണ്ട്. സുഹൃത്തും വളരെ കാലമായി പരിചയമുള്ള യമനിലെ ഇസ്ലാമിക പണ്ഡിതനും ഒക്കെ ആയിരുന്ന ഇയാളുടെ സഹോദരനുമായി സംസാരിക്കുകയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ അതൊരു നിർണായക നീക്കമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിമിഷപ്രിയയുടെ മോചനം ഉണ്ടാകട്ടെ. തൽക്കാലം മോചനമില്ലെങ്കിൽ പോലും ആ വധശിക്ഷയിൽ നിന്നും ഒരു ഇളവ് ലഭിക്കട്ടെ എന്നുള്ള ഒരു മിറാക്കിൾ ഈ മണിക്കൂറിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്തായാലും നമുക്ക് കൂടുതൽ വിശദീകരണം നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ MLA കാന്തപുരവുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കാന്തപുരം ഇടപെടുന്നത്. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതും ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അച്ഛനായ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലുകളാണ് നിമിഷപ്രിയ വിഷയത്തെ പുറം ലോകത്ത് എത്തിച്ചതും. ഈ സാഹചര്യത്തിലാണ് മകൻ ചാണ്ടി ഉമ്മൻ വിഷയത്തിൽ ഇടപെടുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കുമെന്ന പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, ബ്ലഡ് മണി ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി നൽകാമെന്നും അതിനായി 1 കോടി രൂപ നൽകുമെന്നും ബോബി ചെമ്മണ്ണൂറും പറഞ്ഞിരുന്നു. മാത്രമല്ല, തന്നാൽ കഴിയുന്ന വിധം ഇത് സംസാരിച്ച് ശരിയാക്കാൻ പറ്റുന്ന, ബ്ലഡ് മണി വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ താൻ അതിനുവേണ്ടി ഇറങ്ങുമെന്നും അതിനായി യമനിലേക്ക് പോകുന്നുണ്ട് എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. എന്തായാലും സഹായിക്കാൻ നിരവധി ആൾക്കാർ എത്തുകയാണ്. പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് നിമിഷപ്രിയയുടെ ഭർത്താവും പ്രതികരിച്ചത്. പക്ഷേ ബ്ലഡ് മണി ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇനി പ്രതീക്ഷയുടെ ഭാഗത്തേക്ക് ഞങ്ങളിപ്പം കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ആക്ഷൻ ഫോഴ്സിന്റെ ആളുകൾ എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ ഗവർണർ സാറിനെ കണ്ടായിരുന്നു. അപ്പോൾ ചാണ്ടി ഉമ്മൻ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനുള്ളൊരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെ ചാണ്ടി ഉമ്മൻ സാർ അത് ആ അവസരം ഒരുക്കി തന്നു. എന്തായാലും ഞങ്ങൾ അതിനുശേഷം അവരോട് സംസാരിക്കും. പിന്നെ അമ്മ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഇതൊക്കെ ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗവർണർ സാറിനോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഗവർണർ സാറിന് അനുവാദത്തോടെ ഗവർണർ സാറും അമ്മയ്ക്കായിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു. എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിരുന്നു. അങ്ങനെ സംസാരിച്ചു. ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടൽ ചെയ്യും എന്നുള്ളതാണ് ഗവർണർ സാർ ഞങ്ങൾക്ക് തന്നേക്കുന്ന വാക്ക്. തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ നമുക്കിവിടെ ഒരു ആശങ്ക ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാലതാമസങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. MLA യുദ്ധമാണ്, എംബസി ഇല്ല, ഗവൺമെൻറ് ഇല്ല. അതുപോലെ ഒരു ഇന്ത്യയും യമനും തമ്മിൽ മാത്രമുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലുള്ളൊരു ഉണ്ട്. എന്നാൽ ആളുകൾ എല്ലാവരും ഇതിൻ്റെ അതികഠിനമായ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് അത് അറിയാം, ഞങ്ങൾക്ക് അറിയാം. കാരണം അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയാം. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ കോടതിയിലുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യത്തിലും പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് മണി അവർ നേരത്തെ പറഞ്ഞേക്കുന്നതാണ്. അതിൽ ബ്ലഡ് മണിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് അവർ പറയുമ്പം അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതെ, കുറച്ച് ദിവസം ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ ഗവർണർ സാറിനെ കാണാനും മറ്റുള്ളവരെ കാണാനൊക്കെ ആയിട്ട് വന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഒക്കെ കത്തയക്കുകയും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഗവർണർ സാർ അടക്കം പറഞ്ഞിട്ടുണ്ട്. സാറ് ഒരുപാട് ആൾക്കാരെ വിളിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഗവർണർ സാറ്. അപ്പം എല്ലാവരും ഒരു പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു പ്രതീക്ഷ നമുക്ക് നല്ല കാര്യത്തിൽ ഉറപ്പായിട്ടുമുണ്ട്. സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫീലുമായാണ് കാന്തപുരം ബന്ധപ്പെട്ടത്. യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസും അറിയിച്ചു. കുടുംബത്തിന് ദിയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമും പറഞ്ഞിട്ടുണ്ട്. നിമിഷപ്രിയ
നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനായിലെ ജയിൽ അധികൃതർക്കാണ് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള കത്ത് ലഭിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത്തരമൊരു കത്ത് നൽകിയത് എന്നാണ് വിവരം. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കണമെന്ന് കത്തിൽ പറയുന്നുമുണ്ട്. ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹ്ദി കൊല്ലപ്പെട്ട കേസിൽ 2017 മുതൽ ജയിലിൽ കഴിയുകയെന്ന ആളാണ് നിമിഷപ്രിയ. മാത്രവുമല്ല, നിമിഷപ്രിയയെ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നുള്ള ഒഫീഷ്യൽ ലെറ്റർ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളുടെ മോചനത്തിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. ചികിത്സയിലായിരിക്കുമ്പോഴും സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടിയുമ്മൻ ഇടപെടലുകൾ നടത്തുന്നത്. മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതിയിൽ നീക്കങ്ങൾ നടക്കുമെന്ന വിശദീകരണവും വരുന്നുണ്ട്. അതിനിടെ നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടപെടൽ സജീവമാക്കി. വിദേശകാര്യമന്ത്രിക്ക് മുമ്പ് കത്തയച്ചിരുന്നു എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഈ കത്ത് അവിടെ കിട്ടി. ഇനി നരേന്ദ്രമോദി കണ്ട നടപടി എടുത്തു വരുമ്പോഴേക്കും ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ 16-ാം തീയതി ഈ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് ഈ മാസം ആദ്യം തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ആ ഘട്ടത്തിലെങ്കിലും ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊക്കെ എങ്ങനെയാ? മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യാനൊന്നും തൽക്കാലം സമയമില്ലല്ലോ. അമേരിക്കയിലെ സുഖചികിത്സയിൽ കഴിയുകയാണല്ലോ. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും ഈ വിഷയത്തിൽ തന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിനും കത്തയച്ചിരുന്നു എന്നാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത കാര്യമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ഒരു കത്തയച്ചു, ശരി. എന്നാൽ ഒരു കത്തിന് മറുപടിയോ കത്തിന് നടപടിയോ ഉണ്ടായില്ല എങ്കിൽ തുടർ നടപടികളൊന്നും ചെയ്യുകയില്ലേ? അല്ലെങ്കിൽ ഞാൻ കത്തയച്ചേ എന്ന് പറഞ്ഞ് കയ്യും മലർത്തി ഇരിപ്പാണോ പതിവ്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷപ്രിയയുടെ കാര്യങ്ങൾക്ക് മോചിപ്പിക്കണം, അല്ലെങ്കിൽ ആ വധശിക്ഷ മാറ്റിക്കിട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴിതാ ചാണ്ടിയുമ്മൻ ഇറങ്ങുന്നു, കാന്തപുരം ഇടപെടുന്നു, ബോബി ചെമ്മണ്ണൂർ ഇറങ്ങുന്നു. ഒരു പക്ഷേ ഇവരുടെയൊക്കെ സഹായത്താൽ നിമിഷപ്രിയ ഇറങ്ങുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് തൽക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയയ്ക്കായി ഞാൻ സഹായിച്ചേ, നിമിഷപ്രിയയ്ക്കായി പ്രധാനമന്ത്രിക്ക് ഞാൻ കത്തയച്ചേ എന്ന മട്ടിൽ മുഖ്യമന്ത്രിയും ഇറങ്ങുന്നത്. എന്തായാലും തൽക്കാലം രാഷ്ട്രീയ വ്യത്യാസങ്ങളിൽ രാഷ്ട്രീയ എതിർ അഭിപ്രായങ്ങളോ പറയാനുള്ള സമയമല്ല എന്ന് വ്യക്തമാണ്. കൃത്യമായ ഇടപെടൽ നടത്തിയാൽ ഒരു പക്ഷേ ആ വധശിക്ഷയിൽ നിന്നും ഒരു ഇളവെങ്കിലും നേടാൻ സാധിക്കണം. മറ്റെല്ലാം നമുക്ക് മറക്കാം. ഭർത്താവിനെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ നിമിഷപ്രിയ ചെയ്ത തെറ്റിനെ കുറിച്ചോ തൽക്കാലം മറന്നിട്ട് നിമിഷപ്രിയയ്ക്ക് കാത്തു നിൽക്കുന്ന ആ കുഞ്ഞിനെ കുറിച്ച് നമുക്ക് ഓർക്കാം. ആ പെൺകുട്ടിക്ക് തന്റെ അമ്മയെ കുറിച്ച് ഓർക്കാൻ നല്ല ഓർമ്മകളൊന്നും തന്നെ ഇല്ല. എപ്പോഴും ഒക്കെ തന്നെ ജയിലിൽ കിടന്ന ജയിൽ അറയ്ക്കുള്ളിൽ നിന്നും വിളിക്കുന്ന വീഡിയോ കോളുകളാണ് ആ അമ്മയ്ക്ക് ഏക ആശ്വാസമായിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ പലകുറി ആ കുഞ്ഞുമായി വന്ന് അല്ലെങ്കിൽ ആ കുഞ്ഞും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് വന്ന് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടതാണ്, നിയമസഭയിലോട്ടൊക്കെ പോയതാണ്. പക്ഷെ എന്നിട്ടും എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഉയർന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി.